ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ സമാധി വിഷയത്തിൽ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകേണ്ടതല്ലേ? ടോം, ഏറ്റവും നിർണായകമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ വീട്ടുകാരുടെ ഹർജിക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഇപ്പോഴുള്ള കോടതി തീരുമാനം. കല്ലറ തുറക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് സ്വാമിയുടെ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങളാണ് ഉണ്ടായത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന കാര്യമാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അന്വേഷണം തടയാനാവില്ല എന്ന് കൂടി കോടതി വ്യക്തമാക്കി. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് എന്ന് കൂടി ഹൈക്കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു. ദിവസങ്ങളായി നീളുന്ന അനിശ്ചിതത്വമാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിവാദം പോവുകയും മതപരമായ ധ്രുവീകരണത്തിന് വരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കമുണ്ടാവുകയും ചെയ്തു. അവിടെ മതം കലർത്തുന്ന നിലയിലേക്ക് പോയി. നാട്ടുകാരാണ് ഈ പരാതിയുമായി ആദ്യം വന്നത്. ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യം, സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കുടുംബം നൽകിയ ഹർജിയാണ്. ആ ഹർജിയിലാണ് മറിച്ചൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. വലിയ മുതലെടുപ്പുകൾക്ക് നീക്കം നടന്നു എന്ന ആരോപണം ശനിയാഴ്ച ഇക്കാര്യം ഉയർന്നു വന്നു. ഞായറാഴ്ച രാവിലെയും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് കല്ലറ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. തുടർന്ന് തിങ്കളാഴ്ച അതിന് അനുമതി നൽകുന്നു. എന്നാൽ കല്ലറ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചതോടെ എതിർപ്പ് ഉയരുകയായിരുന്നു. ഒരു വശത്ത് ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കാൻ പാടില്ല, സമാധി എന്നത് കഴിയുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് വാദങ്ങളായിരുന്നു ഒരു വശത്ത് ഉയർത്തപ്പെട്ടത്. മാത്രമല്ല മറ്റു ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇത് അപമാനിക്കുന്നതിന് വേണ്ടി, ഹൈന്ദവതയെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നുവെന്ന ഒരു ആരോപണം കൂടി വന്നതോടെ ഇത് വിനോദ്, ഇപ്പോൾ ഈ മരണകാരണം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ പോലീസിന് അധികാരമുണ്ട്. കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാനും കോടതി വിസമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ ആർഡിഒ ഈ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾക്കുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയല്ലേ? തീർച്ചയായും നിയമപരമായ എല്ലാ തടസ്സവും മാറിയിരിക്കുന്നു. ഏത് നിമിഷവും പോലീസിന് ഇനി കല്ലറ തുറന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസവും ഗോപൻ സ്വാമിയുടെ മക്കൾ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു. തങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില അയൽവാസികൾ അവരാണ് ഈ പരാതി നൽകിയത്, കള്ളപ്പരാതിയാണ് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ നാട്ടുകാരുടെ മൊഴി പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തമായി നടന്നു പോകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുകയായിരുന്നു. അദ്ദേഹം രാവിലെയും മരുന്ന് കഴിച്ചിരുന്നു. അങ്ങനെ സമാധിയിലേക്ക് പോകുന്ന ഒരാൾ എന്തിന് രാവിലെ മരുന്ന് കഴിക്കണമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അതുവരെ പോകാൻ കഴിയില്ല, അദ്ദേഹത്തിന് അത്രമാത്രം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്ന കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത്. ഇതെല്ലാം തന്നെ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണം അത് എങ്ങനെ സംഭവിച്ചു, അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തു. മാത്രമല്ല ഇത് അനുവദിച്ചില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന ഒരു കറുത്ത പൊട്ടായി മാറും. കാരണം ഒരു മരണത്തിൽ സംശയം ഉയരുകയും അതേക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ചെയ്താൽ നിയമം നോക്കുകുത്തിയാകുന്ന നിലയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമാധി എന്ന കാര്യം പറഞ്ഞാലും അതിന് എത്രമാത്രം വിശുദ്ധി ചാർത്തിയാലും മരണമാണ്, അതിൽ സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കണം. ആ കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. ഏത് നിമിഷവും ഇനി പോലീസിന് കല്ലറ തുറന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താം. ടോം, ഒരു തിടുക്കപ്പെട്ടൊരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ വിനോദ്? കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു, ക്രമസമാധാന പ്രശ്നമുണ്ട്. അത്തരമൊരു വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ അവിടെ വിന്യസിച്ച ശേഷം മാത്രമായിരിക്കില്ലേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാവുകയുള്ളൂ? ടോം, കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇനി പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പ്രതിഷേധമുണ്ടായാൽ അത് അമർച്ച ചെയ്യാനുള്ള എല്ലാ അധികാരവും പോലീസിന് ഉണ്ട്.
അതിനുള്ള അനുമതിയാണ് കോടതി വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര കണ്ട് പ്രതിഷേധമുണ്ടായാലും ഈ മൃതദേഹം പുറത്തെടുക്കുക, അതിൽ പരിശോധന നടത്തുക, പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അത് ചേർത്ത് വായിക്കുമ്പോൾ ചില അസ്വാഭാവികതകൾ തോന്നുന്നുണ്ട്. അതുതന്നെയാണ് ഈ അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതും. ഇപ്പോൾ പോലീസ് തുറക്കാൻ പോകുമ്പോൾ എതിർപ്പ് എന്തുകൊണ്ട് ഉയരുന്നു എന്ന ചോദ്യം, അവിടെ ഈ ഒരു വിശുദ്ധമാണ്, സമാധിയാണ്, സമാധി ആകുന്നത് മറ്റാരും കാണാൻ പാടില്ല, അതിനുശേഷമുള്ള പൂജകൾ മറ്റാരും കാണാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം തന്നെ ഒരു രഹസ്യ സ്വഭാവം വരുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ സമാധിയും അങ്ങനെ അല്ല. നേരത്തെയും സമാധികൾ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷമുള്ള പൂജാ ചടങ്ങുകളുണ്ട്. ഇതെല്ലാം തന്നെ യൂട്യൂബിൽ നോക്കിയാൽ പോലും പല ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സമാധിക്ക് ശേഷമുള്ള പൂജാ ചടങ്ങുകളും മറ്റുമൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർ ഇത്രമാത്രം രഹസ്യ സ്വഭാവം ഇതിൽ കൊണ്ടുവരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി ഉയർന്നു വന്നത്. ഈ തുറന്നുള്ള പരിശോധന തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും വീട്ടുകാരാണ്. ആ ഒരു ഹർജിക്കാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ മരണം അസ്വാഭാവികമായി കാണേണ്ടി വരും എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നുള്ള പരിശോധനകൾ പൂർത്തിയായ ശേഷം ഇത് അങ്ങനെ ഒരു സമാധിയാണ്, സ്വാഭാവികമായ മരണമാണ് എങ്കിൽ തീർച്ചയായും നിയമപരമായ നടപടികൾ അവിടെ അവസാനിക്കും. അതല്ലെങ്കിൽ കൂടുതൽ പോലീസ് അന്വേഷണം ഇതിന് പിറകിൽ ഉണ്ടാകും. വളരെ വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് എവിടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ്, ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ല. ആർഡിഒയുടെ ഉത്തരവ്, അതായത് ഈ കല്ലറ പൊളിച്ച് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആർഡിഒയുടെ ഉത്തരവ് നിലനിൽക്കും എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.